ആദ്യം എത്ര വട്ടം കണ്ടിട്ടുണ്ട്? ആദ്യം 2-3 പ്രാവശ്യം കണ്ടു. ഇപ്പോൾ വീണ്ടും ഇട്ടുകൊണ്ടാണ് വീണ്ടും വന്ന് നിർത്തുന്നത്. കാരണം ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നതാണ്, സർക്കാർ ജോലിയുണ്ട്. പക്ഷെ പോവാതെ ഇന്ന് ഞാൻ വന്ന് കണ്ടതാണ്. മോഹൻലാൽ ഫാനാണോ? ഇല്ല, ശരിക്കും വീണ്ടും ആദ്യമായിട്ട് വന്നതാണോ? ശരിക്കും എങ്ങനെയുണ്ട്? ഫസ്റ്റ് എത്ര വട്ടം കണ്ടിട്ടുണ്ടായിരുന്നു? ഫസ്റ്റ് എത്ര വട്ടം കണ്ടു? മോളെ എങ്ങനെയുണ്ടായിരുന്നു? മോഹൻലാൽ എങ്ങനെയുണ്ട്? ഇതിനു മുമ്പ് എത്ര തവണ കണ്ടിട്ടുണ്ട് പടം? ഓക്കെ. ഫസ്റ്റ് തിയേറ്റർ കണ്ടിട്ടുണ്ടായിരുന്നോ? ഓക്കെ. ഇപ്പം കുറേ നാളുകൾക്ക് ശേഷം സ്റ്റീഫൻ ചായനെ ഇപ്പം തിയേറ്റർ കണ്ടപ്പോൾ എങ്ങനെയുണ്ട്? ഓക്കെ. എമ്പുരാൻ കാത്തിരിക്കുകയാണോ? ടിക്കറ്റ് ഇപ്പോൾ FTFS കാണുന്നുണ്ടോ? FTFS കാണുന്നുണ്ടോ? ഓക്കെ. സൂപ്പർ, നല്ല ഹൈ ക്വാളിറ്റി ട്രെയിലറാണ്. ഗംഭീരമായിട്ടുണ്ട്. ചെറിയ സിനിമ ട്രെയിലർ പോലെ തോന്നിയായിരുന്നു? ഇല്ല, നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട്. പിന്നെ അതിനെ സംബന്ധിച്ച് ചെറിയ പടമായിരിക്കും, കാരണം അദ്ദേഹത്തിന് ഇതിനേക്കാളും നല്ലതായിട്ട് ചെയ്യാൻ പറ്റും. ബ്രോ എങ്ങനെയുണ്ട് ഇപ്പോൾ കണ്ടപ്പോൾ എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. മുമ്പ് 6 വർഷം മുമ്പ് കണ്ട പടം നന്നായിട്ട് കാണാൻ പറ്റി. ഒബ്വിയസ്ലി എമ്പുരാൻ ട്രെയിലറും കണ്ടു. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എമ്പുരാൻ വേണ്ടി വെയിറ്റിംഗ്. നമ്മൾ കണ്ട സിനിമയല്ല, ഒന്നുകൂടെ കണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ആ എമ്പുരാൻ കാണുന്നതിന് മുന്നേ ഒന്നുകൂടെ കണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടും. പിന്നെ അതിന് മുന്നേ ട്രെയിലർ ഉണ്ടായിരുന്നു. ട്രെയിലർ ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റിയ അവസരം കിട്ടി. ബാക്കി ട്രെയിലർ കണ്ടതിപ്പം റെക്കോർഡുകൾ തിരുത്തി കൊടുക്കുന്നത് ഒരു സംശയമില്ല. ട്രെയിലർ കണ്ടപ്പോഴത്തേക്ക് തന്നെ ഇനി സിനിമ 27-ാം തീയതി എങ്ങനെയെങ്കിലും 27-ാം തീയതി ആവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. റീറിലീസ് ചെയ്തത് അന്ന് കാണാൻ പറ്റാത്തവർക്ക് അല്ലെങ്കിൽ വീണ്ടും കാണാൻ വേണ്ടിയിട്ടുള്ളവർക്ക് ഒരു നല്ലൊരു അനുഭവമായിരിക്കും. എങ്ങനെയാണ് എമ്പുരാൻ്റെ ട്രെയിലർ എങ്ങനെ ഉണ്ടായിരുന്നു? ട്രെയിലർ കൂടിയാണ് നിറയെ സസ്പെൻസ് ഉണ്ട്. എന്തായാലും നോക്കാം. ഓക്കെ. ടിക്കറ്റ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കും. ഓക്കെ. ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ എക്സ്പീരിയൻസ് ഇപ്പോൾ കണ്ടപ്പോൾ? ഫാൻ ഷോ കാണുന്ന ടൈപ്പ് ചേട്ടാ, ഐ മീൻ ഫ്രഷ് ആയിട്ട് അതേ കണക്ക് നമ്മൾ കണ്ടതാണ്. ഓക്കെ. എമ്പുരാൻ ട്രെയിലർ ഇഷ്ടപ്പെട്ടോ? ഞാൻ എക്സ്പെക്ട് ചെയ്ത് അത്രയും വന്നു. നല്ല ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. രണ്ടാമത് തിയേറ്ററിൽ വന്ന് കണ്ടപ്പം എത്ര വട്ടം കണ്ടിട്ടുണ്ട് ശരിക്കും? ഇത് കുറേ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. തിയേറ്ററിൽ ഫസ്റ്റ് ടൈമാണ്. എമ്പുരാൻ കാണുന്നുണ്ടോ? ഫസ്റ്റ് ടൈം ഇല്ല, ബുക്ക് ചെയ്തില്ല. ഇനി ബുക്ക് ചെയ്യും. എക്സ്പീരിയൻസ് കിട്ടില്ല. ഞാൻ ഇത് ഫസ്റ്റ് ഷോ മാൾ ഓഫ് ട്രാങ്കൂരിൽ നിന്ന് കണ്ടതാണ്. അന്ന് തന്നെ 2 പ്രാവശ്യം കയറി കണ്ടു. അത് പോയിട്ട് ഇഷ്ടംപോലെ തിയേറ്ററിൽ കണ്ട പടമാണ്, TV കാണുന്ന പടമാണ്. എന്നാലും ഒരു പുതിയ സിനിമ കാണുന്ന ഫീൽ തന്നെ കിടിലം. എമ്പുരാൻ കാണുന്നുണ്ടോ? പിന്നെ കാണാതെ എമ്പുരാൻ ഫസ്റ്റ് ഷോ അടിച്ച് തകർക്കും. ട്രെയിലർ കണ്ടപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? ട്രെയിലർ കൊള്ളാം. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. പ്രതീക്ഷേന് ഒരുപടി മുകളിൽ തന്നെ പോയിട്ടുണ്ട്. അതും പൃഥ്വിരാജിൻ്റെ സംവിധാനം കൂടെ ആയതുകൊണ്ട് നല്ല പ്രതീക്ഷയാണ് എന്തായാലും. ഇപ്പോൾ ആരാധകരെല്ലാം ഒറ്റ നോക്കുന്നത് ലിയോ റെക്കോർഡ് തകർക്കും എന്നുള്ളതാണ്. അതിൽ സംശയമൊന്നും വേണ്ട. കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ആ ഒരു പ്രീ സെയിലും ആ ഒരു ബുക്കിങ്ങിൻ്റെ നാളെ ബുക്കിംഗ് ഓപ്പണം എല്ലാം കൂടെ കാണുമ്പോൾ തന്നെ പടം പോസിറ്റീവാണെങ്കിൽ ഒന്നും നോക്കണ്ട. മലയാളത്തിന് ഒരു സിനിമയ്ക്കും തൊടാൻ പറ്റാത്ത റെക്കോർഡ് ഇത് തൂക്കും. എമ്പുരാൻ തൂക്കും, ഉറപ്പിക്കാം. ഞാൻ ഈ വീഡിയോ എടുത്തു വെച്ചോ. മലയാളത്തിൽ ഇനി കുറച്ച് വർഷങ്ങൾക്ക് അടുത്തൊരു മോഹൻലാൽ പടം വരുന്നേരെ ആ റെക്കോർഡ് തകർക്കാൻ വേറെ ഒരു സിനിമയ്ക്കും പറ്റത്തില്ല, മലയാള സിനിമയ്ക്ക്. ഇത് ഈ വീഡിയോ എടുത്തു വെച്ചോ. ഇനിയിപ്പോൾ എമ്പുരാൻ വരെയില്ലേ, എമ്പുരാൻ ഇനിയിപ്പോൾ 27-ാം തീയതി കാണാനുള്ള ഒരു ആവശ്യത്തിലാണ്. ഇത് ഇറങ്ങിയ സമയത്ത് ഒരു 8-10 പ്രാവശ്യം കണ്ട പടം കൂടിയാണ്. അപ്പോൾ ഇനി ലാലേട്ടനെ അടുത്ത തമ്പുരാനായിട്ട് കാണാനാണ് നമ്മൾ കാത്തിരിക്കുന്നത്. എല്ലാം ഇത്രയും പറയാനുള്ളൂ. ബാക്കി ഇനി എമ്പുരാൻ കാണാനുള്ള ഒരു ആവശ്യത്തിലിരിക്കുകയാണ്.